ക്യാരക്ടറിന് തന്നെ മമ്മൂക്കന്റെ ആ ഒരു ഏജ് ഇതിന് ആപ്റ്റ് അല്ല. ശരിക്കും പറയാം, ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റിംഗ് ആണ്. അത് നായകനും വില്ലനും. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് തന്നെ ഇറങ്ങി ചെല്ലണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. ഇതൊന്ന് തെളിയിച്ച് നമുക്ക് കണ്ടുപിടിച്ച് കൊടുത്തിട്ട് പോന്നാലോ എന്നൊക്കെ ആലോചിച്ചു. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. വില്ലൻ ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഈ ഏജ് ഒക്കെ വെച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കൺവിൻസിങ് അല്ല. പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പലപ്പോഴും ഫീൽ ചെയ്തൊരു സാധനം എന്താണെന്നറിയോ, ഇത് കുറെ പ്രണയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങോട്ട് ആ ഭാഗം വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇത് എന്താണ് ഈ കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് പരിഹാരമില്ല, ശൃംഗാരം, അതെ, പ്രണയത്തിന്റെ കുറച്ച് കാര്യങ്ങള്, ഈ വശീകരണം, ഈ സമയത്തൊക്കെ സത്യത്തില് നമുക്ക് തൊലി ഉരിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ട്. അത് കാസ്റ്റിങ്ങിലൊക്കെ മാക്സിമം സ്ത്രീകൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നുള്ളത് കൊണ്ട് അതുമാണ് അക്സെപ്റ്റബിൾ അല്ല. ഇനി വിനായകനിലേക്ക് വരാം. വിനായകനും നല്ല മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഡയലോഗ് ഡെലിവറിയിലൊക്കെ തീരെ എനർജി ഇല്ലാത്ത രണ്ടുപേർ, തീരെ എനർജി ഫീൽ ചെയ്യുന്നില്ല. മരിക്കുന്ന ആള് സമ്മതിച്ചു കൊടുത്തിട്ട് എന്നെ അങ്ങ് കൊന്നോ, ഞാൻ നിന്ന് തരാം എന്നുള്ള രീതിയിൽ അങ്ങ് മരിച്ചു കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇതിന് ഇവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമൊന്നും തോന്നില്ല. കാരണം ഇതിന്റെ സ്ക്രിപ്റ്റിന് ഇത്രേ ഉള്ളൂ. വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ മോശം സ്ക്രിപ്റ്റ്, മോശം മേക്കിംഗ്, മോശം പെർഫോമൻസ്. അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും മോശം തന്നെയാണ്. കുറച്ചെങ്കിലും നല്ല കാസ്റ്റിംഗ് ആയി വന്നിരിക്കുന്നത് സ്ത്രീകളാണ്. ഷാജിയേട്ടാ, അവനെ തീർത്ത് കളയേണ്ടത്. ഓ, അവനേതോ വേട്ടാവളിയാണ്.